പീഡനക്കേസിൽ എം മുകേഷ് MLA-ക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചതിനെതിരെ ഹൈക്കോടതിയിൽ സർക്കാർ അപ്പീൽ നൽകിയേക്കില്ല. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കത്ത് പ്രോസിക്യൂഷൻ മടക്കും. അഹമ്മദ് മുസ്തബയാണ് വിവരങ്ങളുമായി ചേർന്നത്. മുസ്തബ, അപ്പീൽ നൽകുക എന്നുള്ളത് സാധാരണമായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിപ്പോൾ അങ്ങനെ ഉണ്ടാകില്ല എന്ന് പറയാനിടയാക്കിയ സാഹചര്യം ഫാരിഷ, പ്രധാനമായും ഈ അപ്പീൽ നൽകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഒരു പരിശോധന നടത്തിയിരുന്നത് തന്നെ ഈ വിഷയത്തിൽ സെഷൻസ് കോടതിയുടെ ജഡ്ജ്മെന്റ് ഒരു 19 പേജിലുള്ള വിധി പ്രസ്താവം, അക്കാര്യത്തിൽ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള വിധി പ്രസ്താവത്തിൽ പ്രധാനപ്പെട്ട ചില പരാമർശങ്ങൾ, പ്രത്യേകിച്ച് ഈ കേസിന്റെ വിചാരണ വേളയിലും അതിന്റെ കേസിന്റെ മെറിറ്റിനെയൊക്കെ ബാധിക്കുന്ന രൂപത്തിലേക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് റദ്ദ് ചെയ്യണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങളുമായാണ് SIT സംഘം പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിലെ പ്രോസിക്യൂഷൻ വിഭാഗത്തിന് ഒരു കത്ത് നൽകിയത്. ആ കത്തിന്റെ സാങ്കേതിക വശം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമായിട്ടില്ല. പക്ഷെ നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരം ഇതിൽ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. കാര്യം, സാധാരണഗതിയിൽ 10-15 വർഷം മുമ്പുള്ള ഒരു കേസിന് സെഷൻസ് കോടതി ജാമ്യം നൽകുക എന്നുള്ളത് സ്വാഭാവിക നടപടിയാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ അപ്പീൽ നൽകിയാലും അത് നിലനിൽക്കില്ല എന്നുള്ളൊരു കാരണം ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോഴും ഒരു അന്തിമ തീരുമാനമായി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ എങ്കിൽ പോലും ബന്ധപ്പെട്ടവരോട് സംസാരിക്കുമ്പോൾ അപ്പീൽ നൽകാനുള്ള ഒരു സാധ്യത വിരളമാണെന്നുള്ളൊരു കാര്യമാണ് പുറത്തുവരുന്നത്. പാരിഷ. ശരി മുസ്തഫ.